ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഗൂസ് കിച്ചൺ മാറ്റിക്സ്. ഇത് നമ്മൾക്കൊരു ചെമ്മീൻ റോസ്റ്റ് ആയാലോ? വലിയ ചെമ്മീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. സാധാരണ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. വരൂ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കുക. ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഒരു കൈപ്പിടി നിറയെ തേങ്ങ, വെളുത്തുള്ളി, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. തേങ്ങ ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന് വളരെ നല്ലത് ചെറിയ ഉള്ളിയാണ്. ഞാൻ രണ്ടും ചേർക്കുന്നുണ്ട്. ഒരു 200 ഗ്രാമോളം ചെറിയ ഉള്ളി. അപ്പോൾ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഒരു 200 ഗ്രാം വലിയ ഉള്ളി, സവാള രണ്ട് ചേർത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനു മുമ്പ് ഞാൻ ഒരു 1/2 കിലോ ചെമ്മീൻ നേരത്തെ തന്നെ വൃത്തിയാക്കി അതിൻ്റെ തോലും നാരും ഒക്കെ കളഞ്ഞ് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഇതിലേക്ക് ഈ ഉള്ളിയിലേക്ക് കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർത്ത് ഇതൊന്ന് വാടി വന്നാൽ മതി. ഒത്തിരി മൂത്ത് കരിഞ്ഞു പോകണ്ട. സവാള ഒന്ന് നേർത്ത് വരണം. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. എനിക്കിവിടെ വെളിച്ചെണ്ണ തീർന്നു പോയി. അത് കാരണം ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത്രയും ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു കൂട്ടാൻ ഇത് ഇത്രയും വഴന്ന് വന്നാൽ മതി. ഇതിലേക്ക് ചെമ്മീൻ ചേർക്കുക. റോസ്റ്റ് ഉണ്ടാക്കാൻ എപ്പോഴും വലിയ ചെമ്മീനാണ് നല്ലത്. ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് തുറന്ന് നോക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് നേരം ഇതിൻ്റെ വെള്ളം ഒന്ന് കുറയ്ക്കാം. ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. മൊത്തം ഒരു 7-8 മിനിറ്റ് കുക്കിംഗ് ടൈം മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ചെമ്മീൻ വൃത്തിയാക്കുന്നതും ബാക്കിയുള്ള ചേരുവകൾ റെഡിയാക്കുന്ന ടൈം മാത്രമേ നമുക്ക് കൂടുതൽ വേണ്ടൂ. ബാക്കിയെല്ലാം തന്നെ വളരെ ഈസിയും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.